സർ, ഈ യുക്രൈൻ റഷ്യ യുദ്ധം 2 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്നു. ഇപ്പോൾ സമാധാന സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് ഓഗസ്റ്റ് 23-ന് പോകുന്നു എന്നുള്ളൊരു വാർത്ത, ഒരു ചരിത്ര വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് നാറ്റോയെ മെരുക്കാൻ മോദി തന്നെ പോകുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് റഷ്യയെ പിണക്കാതെ യുക്രൈനിലേക്ക് പോയി ഒരു സമാധാന ചർച്ചയിലൂടെ യുദ്ധം അവസാനിപ്പിക്കുക, ചർച്ചയിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണോ നരേന്ദ്രമോദി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്? ഈ 2 വർഷമായിട്ട് നടന്നു വരുന്ന യുദ്ധം ഒരു വഴിത്തിരിവിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് വരെ റഷ്യക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന വിധത്തിൽ ഉക്രൈനിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഉക്രൈൻ പ്രതിരോധം, അതായത് ഉക്രൈനിൽ ആക്രമിക്കുമ്പോൾ ഉക്രൈൻ പ്രതിരോധം തീർക്കുക എന്നുള്ളത് മാത്രമേ ഉക്രൈൻ ചെയ്തിരുന്നുള്ളൂ ഇതുവരെ. പക്ഷേ പുതിയ തന്ത്രം ആവിഷ്കരിച്ചു. പുതിയ തന്ത്രം മാത്രമല്ല, അവർ കുറെ കൂടെ ശക്തിപ്പെട്ടു, ബലപ്പെട്ടു എന്ന് വേണം നമുക്ക് കാണാൻ സെലൻസ്കി. കാരണം ഈ അടുത്ത സമയത്ത്, അതായത് ഒരു 4-5 ദിവസം മുമ്പ് അവർ ചെയ്ത ഒരു പണി എന്ന് പറയുന്നത് വളരെ വലിയൊരു പണിയാണ് റഷ്യക്ക് കൊടുത്തത്. കാരണം അവരുടെ ഈ റഷ്യയുടെ കുർസ്ക് പ്രദേശത്തേക്ക് ഉക്രൈൻ അങ്ങ് കയറുകയാണ്. ഉക്രൈൻ പട്ടാളക്കാർ കയറി. മറ്റവരുടെ അത്രയും മിലിറ്ററി ശേഷിയൊന്നും ഇവർക്കില്ലെങ്കിൽ പോലും വലിയ മോശമല്ലാത്ത വിധത്തിൽ ഇവർ കടന്നു കയറിയിട്ട് ഉക്രൈൻ്റെ വക്താവ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മൾ നോക്കിയാൽ ഏതാണ്ട് 1000 ചതുരശ്ര കിലോമീറ്റർ ഭാഗം കുർസ്കിൻ്റെ റഷ്യയുടേത് ഇപ്പോൾ ഇവർ പിടിച്ചടക്കി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്നറിയോ? അതായത് പഴയ പ്രിൻസിപ്പിളാണ്, പഴയ ഒരു തത്വം. അതായത് അറ്റാക്ക് ഈസ് ദ വെരി ഗുഡ് ഡിഫൻസ് എന്ന് പറയുന്നത്. അറ്റാക്കാണ്, അതായത് ആക്രമണം ഏറ്റവും നല്ല പ്രതിരോധം എന്ന് ഉള്ളത് മനസ്സിലാക്കിയിട്ട് യുക്രൈൻ ചെയ്ത പണിയാണ്. ഇവരെ ആക്രമിക്കുമ്പോൾ അവിടെ അവരുടെ പ്രദേശത്തേക്ക് അങ്ങ് കയറി അവർക്കും ഒരുപാട് സിവിലിയൻസിനെ അവിടെ ഒഴിപ്പിക്കണം. വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടൊക്കെ റഷ്യക്ക് വരുമ്പോൾ അവരെ ഒരു മേശയുടെ അപ്പുറം കൊണ്ടുവരാനുള്ള ഒരു ഇടപാടാണ് യഥാർത്ഥത്തിൽ യുക്രൈൻ ചെയ്യുന്നത്. വളരെ ബുദ്ധിപരമായ തീരുമാനമാണ്. അത് അമേരിക്കൻ പിന്തുണയോടൊപ്പം തന്നെയാണ് ചെയ്തേക്കുന്നത്, സംശയമൊന്നും വേണ്ട. അമേരിക്കയാണ് ആയുധങ്ങളൊക്കെ യുക്രൈന് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഉള്ള ആളുകളൊക്കെ ഇപ്പോൾ യുക്രൈനിന് ഏതാണ്ട് സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സമദൂര സിദ്ധാന്തം പാലിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ സംഭവത്തിൽ. അങ്ങനെ വരുന്ന ഉടനെ ആകെ ഒരു നല്ലൊരു മധ്യസ്ഥൻ, ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും അതിനകത്ത്, അതിന് സംശയം. അപ്പോൾ ആ രീതിയിലാണ്, ആ കാഴ്ചപ്പാടിലാണ് അവിടേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ സംഭവം ഇതായിരിക്കാനാ സാധ്യത. കാരണം എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഇതിനെ സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടായാൽ അതിന് വലിയ നേട്ടം എന്ന് പറയുന്നത് ഏതായാലും ശ്രീ നരേന്ദ്രമോദിക്ക് കിട്ടും. കാരണം ഇത്രയും വലിയ ഒരു തർക്കം ഏതാണ്ട് പരിഹരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ അതിൽ ഒരു സമാധാനം കൊണ്ടുവരുന്നു എന്നുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് കിട്ടും. അത് നല്ലൊരു കാര്യമാണ്. കിട്ടിക്കോട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കിട്ടണം. അപ്പോൾ യഥാർത്ഥത്തിൽ റഷ്യയെ ഒന്ന് പ്രതിരോധത്തിലാക്കി കാണിക്കും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഏതായാലും ഇതൊന്ന് തീർക്കാനുള്ള ഒരു ആവശ്യം ഉണ്ടാകും. കാരണം ഇതുവരെ ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നേരെ തിരിച്ച് ഇവരെ അതേ നാണയത്തിൽ ഒന്ന് തിരിച്ചടിച്ചിട്ട് റഷ്യയുടെ പ്രദേശങ്ങളും കുർസ്ക് പ്രദേശമൊക്കെ പിടിച്ചടക്കി കഴിയുമ്പോൾ ഇനി അത് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം ഇനി അവരുടെ ഒരു ആണവ നിലയം ഈ കുർസ്കിലുണ്ട്. റഷ്യയുടെ വലിയ ആണവ നിലയമാണ്. ഈ ഉക്രൈൻ്റെ ആണവ നിലയം റഷ്യ പിടിച്ചെടുത്തതുപോലെ ഇതേപോലെ അവരുടെ ആണവ നിലയം ഈ ഉക്രൈൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അവിടെ പവർ ക്രൈസിസും എല്ലാം അവിടെ ഉണ്ടാകും. അത് ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് അവർ യഥാർത്ഥത്തിൽ ഇതൊന്ന് തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടേക്ക് പോകുന്നതും ഈ ചർച്ച നടത്താൻ പോകുന്നതും. ആ ചർച്ച ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച ആയിരിക്കും എന്നുള്ളത് തന്നെ
സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുള്ള ഈ പ്രസ്താവനകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടും, ഈ ഒരു തർക്കത്തിന് ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആ കാഴ്ചപ്പാട് വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല ഒരു സിഗ്നലായിരിക്കും നമുക്ക് തരുന്നത്. സാർ, ഇതേ വിഷയത്തിൽ തന്നെ ഈ ഇന്ത്യയുടെ പങ്കാളിത്തവും ഈ സമാധാന ചർച്ചയ്ക്കായി നരേന്ദ്രമോദി പോകുന്നതിലുമൊക്കെ അമേരിക്ക വലിയ രീതിയിൽ പിന്തുണ നൽകിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് മാത്രമേ സമാധാനപരമായ ഒരു നിലപാട് കൈക്കൊള്ളാൻ സാധിക്കൂ, ഇന്ത്യ സമാധാന ചർച്ചയിലൂടെ യുദ്ധങ്ങൾ ഒഴിവാക്കും എന്നുള്ളൊരു ധാരണ അമേരിക്കയ്ക്കുള്ളത് കൊണ്ടാണോ അമേരിക്ക ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ എത്തുമ്പോൾ ഇത്രത്തോളം പിന്തുണ നൽകുന്നത്? യഥാർത്ഥത്തിൽ അതും അതിലൊരു ഭാഗം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കാരണം ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടും, അതായത് ഉക്രൈനുമായിട്ടും ഒരു നല്ല ഒരു ബന്ധത്തിലാണ് ഇന്ത്യ. ഇതുവരെ അവരെ വിരോധിപ്പിക്കാനിരുന്നിട്ടില്ല, അവർക്കെതിരെയുള്ള പ്രസാരങ്ങളൊന്നും നടത്തിയിട്ടില്ല. ആ വിദേശ ഒരു ആ ബന്ധം എന്ന് പറയുന്ന, ആ വിദേശകാര്യ ബന്ധം എന്ന് പറയുന്ന ഒരു നല്ല രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് റഷ്യയായിട്ടും. റഷ്യ യഥാർത്ഥത്തിൽ ഇന്ത്യയായിട്ട് വളരെ അടുപ്പമുള്ള രാജ്യമാണ്. ആ രീതിയിൽ അത് പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. അവർക്ക് ആകെപ്പാടെ ഉള്ളത് അമേരിക്കൻ ബന്ധം മാത്രമേ ഉള്ളൂ ഉള്ള എതിർപ്പുള്ളത്. പക്ഷേ അമേരിക്കൻ ബന്ധത്തിൽ ഒരുപാട് വിള്ളൽ ഇപ്പോൾ വീണിട്ടുണ്ട്, കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ട്രംപിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ തന്നെയാണ് ഇതിന് ായിട്ടുള്ള മധ്യസ്ഥൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അത് തന്നെ ആയിരിക്കാം ഇതിൻ്റെ കാര്യം. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ മുൻകൈ എടുക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നു. മറ്റു രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ പ്രധാന മേധാവിമാരോ ആരും ഇത്തരത്തിൽ ഒരു മുൻകൈ എടുക്കുന്നില്ല. അവർ ഇതുകൊണ്ട് എന്ത് ലാഭമാണ് നേടുന്നത് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ? ഇന്ത്യയുടെ സ്റ്റാൻഡ് എല്ലാ രാജ്യങ്ങൾക്കും എടുക്കാൻ പറ്റത്തില്ല. കാരണം അതിപ്പോൾ നാറ്റോയിലെ ആണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നാറ്റോയിലേക്ക് ചേരാൻ ഉക്രൈൻ ഏതാണ്ട് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് നാറ്റോ അതിലേക്ക് ചേരാനായിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വൺ സൈഡഡാണ്. അവർക്ക് ഉക്രൈനു വേണ്ടി മാത്രമേ പറയാൻ പറ്റൂ. അതാണ് അവരുടെ പ്രശ്നം. നേരെ മറിച്ച് ആ രാജ്യങ്ങൾക്ക് ലാഭം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യൂറോപ്യൻ യൂണിയനിലേക്ക് ഒരുപാട് രാജ്യങ്ങൾ കടന്നു വരുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒരുപാട് വികസിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ വരുന്ന ഉടനെ യൂറോയുടെയൊക്കെ വില അത് കൂടുകയും ഒക്കെ ചെയ്യും. യൂറോപ്പിന് ആകെപ്പാടെ ഉള്ള ഒരു വലിയ നേട്ടങ്ങളുണ്ടാവും. കാരണം ബ്രിട്ടൻ അതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് വരുമ്പോൾ കഴിയുന്നിടത്തോളം രാജ്യങ്ങളെ അവർ പിടിച്ച് നിർത്താൻ ശ്രമിക്കും. പറഞ്ഞിട്ട് പെട്ടെന്ന് അവർക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. യൂറോപ്യൻ യൂണിയനിൽ അതിലേക്ക് ചേരാനായിട്ട് വളരെ വലിയ കടമ്പകളുണ്ട്. ആ കടമ്പകളെല്ലാം കടന്നു വേണം ചേരാനും. അതിന് ഏതാണ്ട് ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഉക്രൈൻ എന്തായാലും അവിടെ മെമ്പർഷിപ്പ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ആ രാജ്യങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപിത താല്പര്യവും ഉക്രൈനോട് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇന്ത്യക്ക് ഈ പ്രശ്നമില്ല. ഇന്ത്യക്ക് യൂറോപ്യൻ യൂണിയനോടും പ്രത്യേകതയില്ല, അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളോടും വലിയ പ്രത്യേകതയൊന്നുമില്ല. അതങ്ങനെ വരുന്ന ഉടനെ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അതിനൊരു മേൽക്കൈ ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഈ രീതി ഒരു ചർച്ച നടത്താം. വളരെ നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.